എന്താ വാട്സപ്പിലാണ് ഇപ്പോൾ പരിപാടി? എന്നാ പറയുന്നത്, വാട്സപ്പിൽ മൊത്തം റിപ്ലൈ കൊടുത്ത് മടുത്ത്. ഇപ്പോൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കലാണ് മെയിൻ ജോലി. ബേസിൽ നിന്നോട് ആരും പറഞ്ഞില്ലേ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമും എല്ലാ സോഷ്യൽ മീഡിയയിലും ബാൻ വരാൻ പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അടിപൊളി, അതെങ്ങനെ? എടി ഞാൻ അറിഞ്ഞിട്ടില്ലടാ. ഹേ ഗായ്സ്, ഇപ്പോൾ ഇറക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളെല്ലാവരും കണ്ണടച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു വാട്സപ്പിൻ്റെ ഫേസ്ബുക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്സിൻ്റെ ഈ ഒരു ബാനിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവം, എന്തിനാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകണേക്കാളും നമ്മുടെ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ 301 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പം ഇന്ന് നോക്കിയപ്പോൾ 303 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇതുപോലെ ടെക് അപ്ഡേറ്റ്സും റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ലോക്ക്ഡൗൺ കാലത്തും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയ കാലം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് നമുക്കൊരു ഫോൺ മതിയായിരുന്നതാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫോണിൽ ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റ് എന്തിനാണ്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റ് ഇല്ലാതെ ഫോൺ ഉപയോഗിക്കുന്ന അവസ്ഥയാകും ഇനി വരാൻ പോകുന്നതെന്നാണ് ഇപ്പം എല്ലാ ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്നൊരു വിഷയമാണ് വാട്സപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ ബാൻ ആവുന്ന ന്യൂസും ഒക്കെ. അപ്പോൾ ഈ ഒരു ബാൻ എന്തിനാണ് കൊണ്ടുവരണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഈ ഒരു ബാൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു വർഷം ഫെബ്രുവരി 25 പുതിയൊരു IT നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ ഒരു നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കേണ്ട, സോഷ്യൽ മീഡിയസ് അംഗീകരിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ മെയ് 25 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഇപ്പോൾ ഈ ഒരു നിയമങ്ങളും കാര്യങ്ങളും അംഗീകരിക്കത്തില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് ഹൈക്കോടതിയിലേക്ക് ആ ഒരു കേസായിട്ട് പോയേക്കുവാണെന്നാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഗൂഗിളും ഈ ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും സാവകാശം വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയ ആപ്സും ഈ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുവാണ്. ഇതുവരെയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ IT നിയമങ്ങൾ ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇറക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിപ്പോൾ എവിടെയായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ബാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെയായിട്ടും ആരും അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്സും കുറച്ചും കൂടി സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് എന്തായാലും ഊഹിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാൻ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ബാധിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെയാണ് അറിയാം. ഗൂഗിളാണ് മെയിൻ കാര്യം. ഗൂഗിളിൻ്റെ മിക്ക ആപ്ലിക്കേഷനിലാണ് നമ്മളിപ്പം കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ യൂട്യൂബ് തന്നെ നമുക്കറിയാം വീഡിയോ കാണാൻ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പവർ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, എല്ലാ സോഷ്യൽ മീഡിയയ്ക്കും നല്ല രീതിയിലുള്ള യൂസേഴ്സാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ യൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 53 കോടി വാട്സപ്പ് യൂസേഴ്സാണ് ഇന്ത്യയിലുള്ളത്. 48.8 കോടി യൂസേഴ്സാണ് യൂട്യൂബിനുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ 41 കോടി യൂസേഴ്സാണ് ഫേസ്ബുക്കിന് ഇന്ത്യയിൽ മാത്രം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 1.75 കോടി യൂസേഴ്സാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ എല്ലാ സോഷ്യൽ മീഡിയ അടിത്തറ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ യൂസേഴ്സും ഫാൻസും അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള എല്ലാ സെക്ഷനും ഇന്ത്യയിലാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ബാൻ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്വിറ്ററിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്, ഇന്ത്യൻ വേർഷനാണ് കോ എന്നൊരു വേർഷൻ. ആ ഒരു സോഷ്യൽ മീഡിയയുടെ കമ്പനി നമ്മുടെ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വലിയ വിഷയമൊന്നും വരത്തില്ലെന്നും പ്രതീക്ഷിക്കാം. അതൊരു ട്വിറ്ററിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ്. അപ്പോൾ അതിൽ തന്നെ 60 ലക്ഷം യൂസേഴ്സാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം.